ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ആദ്യം തന്നെ പറയട്ടെ, ഈദ് മുബാറക് ആശംസകൾ കേട്ടോ. എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വകയായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് രാവിലെ തന്നെ ഇതാക്കുന്ന ഞങ്ങൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ. ഞാനെന്ന് പറയുമ്പോൾ മക്കളും കൂടി ഉണ്ട്. അപ്പോൾ ഇന്ന് സ്കൂളൊക്കെ ലീവല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും അതേപോലെ കോഴികളെയൊക്കെ പിടിച്ചിടണമൊക്കെ ഇവരും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് തീരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ വീഡിയോ ആയിട്ട് വന്നാൽ കാരണം ഒന്നുമില്ല, നമ്മുടെ കോഴികളൊക്കെ കൂട്ട് നന്നായിട്ട് കൊത്തു കൂടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുക്കുകയും വേണം, അവർക്ക് മരുന്ന് കൊടുക്കുക വേണം. രാവിലെ തന്നെ അവരെ പുറത്തേക്ക് അയച്ചു വിട്ടാൽ പിന്നെ അവരെ പെട്ടെന്ന് നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂട്ടിൽ പുറത്തിറക്കുന്നതിന് മുമ്പ് നമുക്ക് മരുന്നുകളൊക്കെ ഒന്ന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കിട്ടും. നമ്മളെ മഞ്ഞളൊക്കെ നന്നായിട്ട് തന്നെ ഇതാക്കുന്ന മുള പൊട്ടി നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒന്നും എടുക്കാൻ തോന്നില്ല കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന എന്തായാലും എല്ലിന് പകുതി കഷ്ണം മുറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ എല്ലാം മുള പൊട്ടി നിൽക്കുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് മുളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കോഴികളുടെ വീട്ടിലൊക്കെ ഇത് മഞ്ഞൾ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാക്കുന്ന അതിൽ നിന്ന് കുറച്ച് മഞ്ഞൾ ഇതാക്കുന്ന എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കുന്ന കുറച്ച് ചെറിയുള്ളി, 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കീയാർന്നേലി എനിക്ക് ഇതിൻ്റെ മുമ്പ് ഞാൻ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുന്ന ഒരു സമയത്ത് കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള മാത്രം അന്ന് പറിച്ച് ഒരു കവറിൽ വെച്ച് സൂക്ഷിച്ച് വെച്ചായിരുന്നു കേട്ടോ, ഫ്രിഡ്ജിൻ്റെ അകത്ത്. അപ്പോൾ അതിന് ചെറിയൊരു വാട്ടർ എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഇതാക്കുന്ന ഇതേപോലെ നൂരി എടുക്കുന്നുണ്ട്. പിന്നെ കീയാർനെല്ലി കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് അവിടെ ഞാൻ കണ്ടെടുത്തിൽ ഇനിയും ഉണ്ട് കേട്ടോ ഒരുപാട്. അപ്പോൾ ആവശ്യത്തിനുള്ളത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ നാശമായി കളയുമ്പം പിന്നെ നമുക്കിത് കിട്ടാനുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടിയ സമയത്ത് ഞാനൊരു 5-6 ചെടി പോലെ ഇതേപോലെ വേരോടെ പറിച്ചു കൊണ്ടുവന്ന കേട്ടോ. നമ്മളെ കോഴികൾക്കൊക്കെ ഏതൊരു സൂക്കാണ് കീയാർനെല്ലിയൊക്കെ നല്ലതാട്ടോ. ഇതൊക്കെ നമ്മളെ കോഴികളുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തി കൊടുത്താൽ നല്ലതാണ്. ഒരുപാട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഇതേപോലെയൊക്കെ ചെയ്ത് തീറ്റയിലൊക്കെ മിക്സ് ആയി കൊടുത്താൽ നല്ലതാട്ടോ. അപ്പോൾ നമുക്കൊന്നും ഇല്ലെങ്കിലും കീയാർനെല്ലി, ചെറിയുള്ളി അല്ലെങ്കിൽ മഞ്ഞളെങ്കിലും മതി. പിന്നെ ഇതന്ന് ഞാൻ പറിച്ച് വെച്ചിരിക്കുന്ന കഞ്ഞിക്കൂർക്കലാട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അപ്പോൾ നമ്മളെ വീട്ടിൽ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് പോയി നോക്കുമ്പോൾ നമ്മളെ കോഴികളൊക്കെ ആകെ കൊത്തിപ്പെറുക്കി തന്ന് ഇപ്പോൾ കുറച്ച് ഒരു ഇതേ ഉള്ളൂ കേട്ടോ, 2 കമ്പ് പോലെ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നും കൂടി 2 ഇലയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് നീരെടുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ തുളസീൻ്റെ ഇലയാട്ടോ. തുളസീൻ്റെ ഇല നമ്മുടെ വീടിൻ്റെ താഴത്തെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവിടുന്ന് ഒരു കമ്പ് ഞാൻ എടുത്തു കൊണ്ടുവന്ന കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത രീതിക്ക് നമ്മുടെ തുളസീൻ്റെ ചെടിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കോഴികൾ വളർത്തുന്നവരാണെങ്കിൽ ഇതൊക്കെ അത്യാവശ്യമുള്ളൊരു സാധനമാണ് കേട്ടോ, ഈ തുളസീൻ്റെ ഇല. അതുകൊണ്ട് തന്നെ ഞാൻ നട്ട് പിടിപ്പിച്ചെടുക്കലാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാട്ടോ ചെയ്യുന്നത് ഞാൻ. അപ്പോൾ ചെറിയ ജാറിലായിട്ടാണ്, അങ്ങനെയാകുമ്പോൾ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടും. അതുകൊണ്ടാട്ടോ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളെ എല്ലാ മഞ്ഞളും തുളസിയുടെ ഇലയും കഞ്ഞിക്കൂർക്കലും അതേപോലെ കീയാർനെല്ലിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെയല്ല, നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കിത് അരിപ്പയിലേക്ക് അരിച്ചിട്ട് ഇതിൻ്റെ നീരൊന്ന് നമുക്ക് എടുത്തിട്ട് അതിൻ്റെ നീര് മാത്രം കൊടുക്കാം കേട്ടോ. പിന്നെ വലിയ കോഴികളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതൊന്ന് കുറച്ച് കയ്യിലെടുത്തിട്ട് അവരെ വായിലേക്ക് വെച്ച് കൊടുത്താൽ അവരങ്ങ് കഴിച്ചോളും. ഇപ്പം നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള കോഴികൾക്കാണ് കൊടുക്കുന്നത്, കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കഴിക്കാനൊന്നും വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്കാണ് ഇത് അതേപോലെ നീര് അവരെ വായിലേക്ക് ഉറ്റിച്ച് കൊടുത്താൽ മതി. മരുന്നൊക്കെ നന്നായിട്ട് അരച്ചിതാക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അരിപ്പയിൽ ഇത് നന്നായി അരിച്ചിട്ട് കൊടുക്കാം, തുള്ളികളായിട്ട് ഇട്ടിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളെ കോഴികൾക്ക് വായിലേക്ക് ഞാൻ നേരിട്ട് ഇട്ട് കൊടുക്കാട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ കോഴികൾക്കും ഒരുവിധം കോഴികൾക്കൊക്കെ നന്നായിട്ട് കഫക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മരുന്ന് കൊടുത്താൽ മാറും, പിന്നെയും വരും, അങ്ങനെ ഒരു ഇതാട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയൊക്കെ കൊടുത്താൽ കുറച്ചൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ അസുഖങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു മരുന്ന് നമുക്ക് അരച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ആ ഒരു തണുപ്പ് പോയിട്ട് നമുക്ക് കോഴികൾക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ദിവസം തുടർച്ചയായിട്ട് ദിവസം 2 പ്രാവശ്യമെങ്കിലും കൊടുത്താൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ. അപ്പോൾ
അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചെറിയൊരു മടി കാണിക്കും. അപ്പോൾ അത് പ്രശ്നമാക്കണ്ട. ഒന്ന് ചെറുതായിട്ട് ഒന്ന് കയ്യിലെടുത്തിട്ട് അവരെ വായിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ചെടുത്താൽ മതി. ചിലപ്പോൾ തുപ്പും, ചിലപ്പോൾ അവർ മെഴുകിക്കളയും. അതുകൊണ്ട് തന്നെ അതാ 2 പ്രാവശ്യമായിട്ട് കൊടുക്കുന്നുണ്ട്. എങ്ങനെ കൊടുത്താലും നല്ലതാട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ കോഴികൾക്കും കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാൻ അതേപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരോ കോഴിനെ പിടിച്ച് ഇടുമ്പോൾ കുറച്ച് നേരം വൈകും. അപ്പോൾ ഒരുവിധം കോഴികൾക്ക് എല്ലാ കോഴികൾക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കോഴികൾക്ക് ഇതൊക്കെ അവരെ വയറ്റിലേക്ക് എത്തും നല്ലതാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊക്കെ ചെയ്യലുണ്ട്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ നാടൻ കോഴികളായതുകൊണ്ട് നാടൻ രീതിയിൽ തന്നെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഇതാകുമ്പോൾ നമ്മൾ നേരിട്ട് അവരെ വായിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അവരെ ശരീരത്തിലേക്ക് എത്തുമല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ചില കോഴികളൊക്കെ വന്നിട്ട് നമ്മളെ ഈ ഒരു ഇല വെറുതെ അരച്ച് വെച്ച് കൊത്തി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുത്തു നോക്കിയാൽ കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിങ്ങനെ കൊത്തി പെറുക്കി തിന്നുന്നുണ്ട്. നമ്മൾ അരച്ച് വെച്ച മരുന്നുകളൊക്കെ ഒരുവിധമൊക്കെ ചിലവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നാളത്തേക്ക് നമ്മൾ അരച്ച് വേണം കൊടുക്കാൻ. അപ്പോൾ ബാക്കി വന്ന നമ്മൾ കോഴികൾ കൊത്തി കഴിക്കുന്നുണ്ട്. അപ്പോൾ കഴിച്ചോട്ടെന്ന് ചോദിച്ചു. പക്ഷേ അവർ ഒന്ന് കൊത്തി, പിന്നെ ഞാൻ കുറച്ച് തവിടും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നന്നായിട്ട് തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൽ ബാക്കിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ളത് അവരെന്നെ കൊത്തി പെറുക്കി തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് എല്ലാവരോടും. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മുമ്പോട്ടേക്ക് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരോ കമൻസിലൂടെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെയാണ് എനിക്ക് ഈ വീഡിയോസ് ഇടാനുള്ളത് പ്രചോദനം ആവുന്നത്. അപ്പോൾ എല്ലാവരും മറന്നുപോകാതെ സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട്